തെറ്റ് ചെയ്യാത്തവര് ആരും ഇല്ലടാ ഗോപു. തെറ്റ് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ ഇവള് എന്റെ കാലം തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു? കോൽക്കളി ഒരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കോലുണ്ടെങ്കിലല്ലേ ഉള്ളൂ കോൽക്കളി കളിക്കാൻ പറ്റുക. കള്ളപ്പന്നി. ഈ ചങ്ങായിക്കാണെങ്കിൽ ഒന്നരാടം ഇൻ്റർവ്യൂ ആണ്. ആ ഉമ്മാൻ്റെ കണ്ണീര് പോലും ഒന്നും തോരാൻ സമയം കൊടുക്കാതെ എല്ലാ ഇൻ്റർവ്യൂവിലും പോയിട്ട് പരമാവധി നാറ്റിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും നല്ല ആളാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഷക്കീല എന്ന് പറയുന്നത് നമ്മളെ ഷക്കുത്താത്താക്ക് എന്തായാലും നല്ല മണിയന്താത്താനെ കിട്ടിക്കണേ ഇൻ്റർവ്യൂ എടുക്കാനേ. ഈ മണിയന്താത്താൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ചോദിക്കണമെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ജാസി ദ കോൺട്രവേഴ്സി ക്വീൻ. അങ്ങനല്ലേ എന്നെ പറയുന്നു? കോൺട്രവേഴ്സി ക്വീൻ ആണോ? അല്ല, എനിക്ക് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. കോൺട്രവേഴ്സി തനിയെ വന്നു പോകുന്നതാണ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ജാസി കുണ്ടന്മാരിൽ കിങ്. ഇല്ല ഞാൻ കുണ്ടനെന്നല്ല. ആഷി പറഞ്ഞല്ലോ ഞാൻ കുണ്ടനെന്നല്ല എന്ന്. എല്ലാവരും പറഞ്ഞ് ഞാനൊരു കുണ്ടൻ്റെ മാരിയായിപ്പോൾ. പിന്നെ ആഷിൻ്റെ ഉമ്മ എന്നെ കുണ്ടാന്ന് വിളിച്ചപ്പോൾ ഞാൻ നല്ലൊരു മരുമോളാകാൻ വേണ്ടിയിട്ടാണ് ഈ കുണ്ടൻ്റെ മാരി നടക്കുന്നത്. ഈ ഷെക്കുത്താത്താൻ്റെ ഒരു കാര്യം എന്തായാലും ബാക്കിയാണ്. എന്നെ പറ്റി ഇങ്ങനെ ഓരോന്ന് കുറ്റം പറയുന്നതും എന്നെ പറ്റി വീഡിയോസ് ഇടുന്നതും ഇപ്പോഴും പറയുന്നത് ഞാൻ പെണ്ണല്ല, ഞാൻ ആണ് തന്നെയാണെന്നൊക്കെ. ബെസ്റ്റ് ഓനാണല്ലോ അത്രേ പെണ്ണാണെന്ന്. അനക്ക് അത്രക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ചിരട്ടമ്മേ അല്ല ആ നെഞ്ചത്ത് കയ്യച്ചിട്ടൊന്ന് പറഞ്ഞ ഞാനൊരു പെണ്ണാന്ന് അനക്ക് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും തെങ്ങിൻ്റെ തൊട്ട് കൂടെ നടക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് നല്ലൊരു തേങ്ങ ഇട്ടിട്ട് തരും തെങ്ങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിരട്ടയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. എന്തായാലും ബാക്കിയാണ്. അയാൾ എന്നെ ആണെന്ന് പറഞ്ഞാലും എനിക്കത് വിഷമമൊന്നുള്ള കാര്യമില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താണുള്ളത്. എനിക്ക് എന്റെ ആശിക്കും അറിയാം. പിന്നെ ഞാനത് വേറെ ആൾക്കാർക്ക്, പക്ഷെ എനിക്ക് ഇന്നലെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ആണെന്ന് പറയുന്നതിന് എന്താണ് ഇത്ര വിഷമം? അത് സത്യമല്ലേ? പിന്നെ ഈ കാര്യം പറഞ്ഞാൽ സത്യ. ആഷിക്കറിയാം ഇജ്ജ് എന്താന്നുള്ളത്. എന്നാലും ഓനെ സമ്മതിച്ചിക്കണു. ഡെയിലി ബീരങ്കി കണ്ടിട്ട് വേണ്ടേ ഓനക്കൊക്കെ കടന്നുറങ്ങാൻ. അതുകൊണ്ട് ഓനക്ക് നല്ലോണം അറിയാം ഇജ്ജ് എന്താണെന്ന്. പിന്നെ ഒരു മിന്നായം പോലെ കണ്ടാലും കുഴപ്പമില്ല. പണിക്കും പോണ്ട, തടി ഇളകൂല, നല്ല ലക്ഷറായിട്ട് ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ ഓനാ ഒരു സുഖം കണ്ടു. എന്നാലും എൻ്റെ ആശയെ എങ്ങനെ ഇതൊക്കെ സഹിച്ചിട്ടിരിക്കണേ? സമ്മതിച്ചുകൂടെ തന്നെ. എന്തായാലും ബാക്കിയാണ്. ഞാൻ ഉമ്മാന്റെ കുറെ സംസാരിക്കുന്ന വ്യക്തിയല്ല, രാഷ്ട്രമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ ഉമ്മ കുറെ അവർക്ക് വേണ്ടി അത് ഉമ്മാക്ക് എന്നെ ഇഷ്ടമുള്ളത് 2-3 പേര് എന്നെ ട്രോളുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഉമ്മാക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഉമ്മ ഇങ്ങനെ നുണകൾ കുറച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടോ ഭയങ്കര വിഷമമായി. ഞാൻ അങ്ങനെ ആഷിൻ്റെ ഉമ്മാനൊന്നും വിളിക്കല്ല. ഞാൻ അങ്ങനെ അന്ന് വിളിച്ച് തെറി പറഞ്ഞപ്പോൾ ആഷിൻ്റെ അമ്മ എന്നെ കുണ്ടാന്ന് വിളിച്ചു. പിന്നെന്താ പറഞ്ഞ ഉമ്മ നുണ പറഞ്ഞു എന്നോ? അത് അതിൻ്റെ വേദനയാണ് ആ പബ്ലിക്കിൽ ഇരുന്നിട്ട് വന്ന് പറഞ്ഞേക്കണത്. അത് ട്രോളന്മാരല്ല, ഉമ്മാൻ്റെ വില അറിയുന്ന എല്ലാവരും ആ ഉമ്മാക്ക് സപ്പോർട്ട് ചെയ്യും. അതിനിങ്ങനെ കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല മണിയന്താത്ത. എന്തായാലും ബാക്കിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ആഷിയുടെ ഒരു കുട്ടീനെ, അവൻ്റെ അതേ ഭംഗിയുള്ള ഒരു കുട്ടി, അതേ മുഖം അതൊക്കെ ഉള്ള കുട്ടീനെ കാണാൻ ആഗ്രഹമുണ്ട്. ആഷിനെ പോലെ ഒരു ചെറിയ കുട്ടീനെ കിട്ടാൻ ആഗ്രഹമുണ്ട്. അലാഖിൻ്റെ കൊലയും വെച്ചിട്ട് ഒരു ചങ്ങായി പറയുന്ന വാക്കാണിത്. പ്രേക്ഷകരെ നിങ്ങളിത് കാണുക. ഇവൻ്റെയൊക്കെ പെരടിക്ക് 2 കൊടുത്ത് അവിടുന്ന് പറഞ്ഞു വിടല്ലേ കൊണ്ട്. അമ്മയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അത് സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കാക്ക അതിനൊന്നും നിൽക്കണ്ട. മൂട് പൊളി. ബാക്കിയാണ്. ഓഫേഴ്സ് വരുന്നുണ്ട്, തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെയ്തോ? ഇല്ല. അത് ചെറിയൊരു പ്രശ്നമായപ്പോൾ ചെയ്തില്ല. എന്താ പ്രശ്നം? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചവര്. ഏതെണ്ണാച്ചപ്പൻ്റെ ഇതൊക്കെ ചോദിച്ചിരിക്കണേ? സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. ഇവൻ എന്താണെന്നറിയോ? ഇവൻ വലിയൊരു ഫിഗറാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടേ എല്ലായിടത്തും ഇതിങ്ങനെ പറയുന്നുണ്ട്. ഈ പന്നാണ്ടിൻ്റെ ഇതൊക്കെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനോ പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ല. ഈ മരുഭൂമിയിൽ നിന്ന് എവിടുന്ന് വെള്ളം കിട്ടുമെന്ന് എത്തിയിട്ടാണ് ചോദിച്ചിരിക്കണമെന്നാവോ? എങ്ങനെ നിന്നാലും ഒരേ മാതിരി തന്നെ. ഇജ്ജ് പൈക്കൊച്ചേ ചിർപ്പിച്ചാതെ. എന്തായാലും ബാക്കിയാണ്. ഇല്ല. 2026 കിനാരത്തുമ്പി 2 എടുക്കണമെങ്കിൽ ആക്ട് ചെയ്യാൻ വെക്കണം. എന്താ ഈ ഷക്കുത്താത്ത പറയണേ? കിന്നാരത്തുമ്പിന്നോ? മോശം. കിന്നാരത്തുമ്പൻ എന്ന് പറയണേ നല്ലത്. നല്ല 1-ാം തരം കൊമ്പനല്ലേ ആയിരിക്കണം. ആ കാലുമ്പോൾ കാലിയേറ്റിരിക്കണ കണ്ടാൽ തന്നെ അറിയില്ലേ? എല്ലാതും മറച്ചു വെച്ചിരിക്കണേ കള്ള കാഫർ. എന്തായാലും ബാക്കിയാണ്. ഞാൻ ഒരിക്കലും ജന്മം സ്വീകരിക്കൂല. ഒന്നെങ്കിൽ ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ജന്മം തന്നെ പരീക്ഷിക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അതന്നെ ഈ കള്ളപ്പന്നിൻ്റെ അടുത്ത് എല്ലാവരും തന്നെയല്ലേ പറയണത്. ഇജ്ജ് എന്തായിട്ട് വേണേലും ജീവിച്ചോ, പക്ഷെ ഈ പരിപാടി പറ്റൂല. ഇവൻ ആദ്യം ആണായിട്ട് തന്നെ ജീവിച്ചിരുന്നത്. പിന്നെ ഒരു കാമുകനെ കിട്ടിയപ്പോൾ ഇവൻ പെണ്ണായി. പക്ഷെ ആ കാമുകൻ എന്താട്ടി എന്തൊക്കെ സർജറിയൊക്കെ ചെയ്തിട്ട് അത് പെണ്ണായി. അപ്പോൾ ഇവന് വീണ്ടും താടിയൊക്കെ വളർത്തിയിട്ട് ഇവൻ വീണ്ടും ആണായി. എന്നിട്ടൊരു കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇവൻ ഗൾഫിൽ പോയി. അപ്പോഴാണ് ആഷിയുടെ എൻട്രി. എന്നിട്ട് ആ കല്യാണം കഴിച്ച പെണ്ണിനെ ഒഴിവാക്കിയിട്ട് ആഷിൻ്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ ഓനൊരാണാണല്ലോ. ഓൻ താടി ഇതൊക്കെ വെച്ചൊരാണാണല്ലോ. അപ്പോൾ പിന്നെ ഇവന് ചിരട്ടയും ചുരിദാറൊക്കെ കുത്തി കയറ്റിയിട്ട് പിന്നെയും പെണ്ണായി. ഇവന് സ്ഥിരമായിട്ട് ഒന്നിൽ നിൽക്കൂല. കൂട് വിട്ട് കൂട് മാറുന്ന മാതിരി ആണാകും പെണ്ണാകും. ഇപ്പം ഇങ്ങനെ നിന്നാലും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ഒരു പെണ്ണാന്ന് പറഞ്ഞ് നടക്കാണ്.
എന്തായാലും ബാക്കിയാണ്. ഈ ആശിഷിനെ മാതിരി ഒരാൾ കിട്ടുന്നില്ല എന്ന പേടിയിലാണ് നീ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് സത്യം. അത് വൺ ഡേ അത് ഉമ്മയ്ക്ക് അത് മനസ്സിലാവും. അത് തന്നെയാണ്. ഇവനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആരപ്പൻ്റെ ഒപ്പം ഈ കോലം കെട്ടി നടക്കുക. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കൂമ്പിനിടിയും. അതൊക്കെ ഈ മരമണ്ണക്കന്നോട് സഹിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ബാക്കിയാണ്. പ്ലീസ് ആലോചിക്ക് ആശിയുടെ അമ്മനെ കുറിച്ച്. ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഈ ഷക്കുത്താത്താക്ക് ആളെത്ര മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ലോകം മൊത്തം ഓൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓനക്ക് നോ പ്രോബ്ലം. ഇനി ഇങ്ങനെ ഒരു കളിപ്പാവനെ കിട്ടൂല എന്ന് ജാസിക്ക് നല്ലോണം അറിയാം. ജാസി കണ്ണു തുറച്ചാണ് നോക്കിയാൽ കണ്ടോ, ആശി അപ്പം തന്നെ ടൗസർ കൂടെ മൂത്രയിച്ചു. അത്രക്ക് മരമണ്ണയാണ് ആശി. അല്ലെങ്കിൽ ഓൻ്റെ ഉമ്മ നെഞ്ചു പൊട്ടി കരയുമ്പോൾ ഈ കുണ്ടൻ്റെ ഒപ്പം ഈ കോൽക്കളിയും കളിച്ച് നടക്കുമോ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും ഇവരൊക്കെ പബ്ലിക്കിൽ വന്നിട്ടേ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴേ അതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റണില്ല. അല്ലാതെ ഓൻ്റെ സാമാനം നോക്കാനോ ഓൻ്റെ ചിരട്ടൻ്റെ വലിപ്പം നോക്കാനോ നമ്മളാരുമല്ല. എന്തായാലും ഇപ്പോഴുള്ള ചിരട്ട പൊട്ടിയിട്ട് ജാസി ആണാകുമോ അതോ പുതിയ ചിരട്ട വെച്ചിട്ട് ജാസി പെണ്ണാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.